ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഏതായാലും ഭയങ്കര ഹാപ്പിയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് സമയമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്തപ്പോൾ ഞങ്ങളുടെ 3 പേരുടെയും വ്യൂസ് എന്തായാലും വേണം എന്നുള്ള നിർബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം 24 എപ്പിസോഡുകളോളം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ 10Kയുടെ മുകളിൽ വ്യൂസും ഉണ്ട്. അതൊക്കെ ഇത്ര വലിയ കാര്യമാണെന്ന് ചോദിച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചാണ്. വേറൊന്നുമല്ല, സ്റ്റോറിയുടെ കുറച്ച് തീം വൈസ് വീഡിയോസ്, തംബ്നെയിൽസ്, പിന്നെ കുറച്ച് മെസ്സേജസ് ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി മാറ്റി വയ്ക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, നിങ്ങളുടെ ആ ഒരു ടൈം ഞങ്ങൾക്ക് വേണ്ടി തരിക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കുറച്ചും കൂടി ബാക്കി ഈ ഒരു എപ്പിസോഡിലും ഉണ്ടാവും. സോ ഇനി വലിച്ചിട്ടുന്നില്ല, നിങ്ങൾ കണ്ടേച്ചു വാ. താൻ ഉറങ്ങിയില്ലേ? എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. വേണം എന്നില്ല. ഇയാള് ഇവിടെ ഇരിക്കെ, നമുക്ക് ഒരു ഗെയിം കളിച്ചാലോ? ട്രൂത്ത് ഓർ ഡെയർ? നോട്ട് നൗ. റൈറ്റ് നൗ. ആഹാ, ഫസ്റ്റ് ചാൻസ് എനിക്ക് തന്നെയാ. പറ, ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. ചെയ്തത് തെറ്റായി പോയി എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. 1740 രൂപ. എന്താ? ആ കേക്കിന്റെ കാശാ. ഞാൻ 1 മാസമായിട്ട് സ്വരൂപിച്ച കാശാ താനാ താഴെയിട്ട് നശിപ്പിച്ചു കളഞ്ഞ്. ക്ലോസ് യുവർ ഐസ്. എന്തിനെ? കണ്ണടക്ക്, പറയാം. ഇനി തുറക്ക്. ഹാപ്പി ബർത്ത്ഡേ. ഇതൊക്കെ എപ്പോ? ആ ദുഷ്ടന് 200 രൂപ ടിപ്പ് കൊടുത്താ ഞാൻ ഈ കേക്ക് വാങ്ങിപ്പിച്ചേ. ഇനി ഇതും താഴെയിട്ട് കളയാനാണ് ഭാവമെങ്കിൽ എന്റെ സ്വഭാവം മാറുവേ. ആരും വേണ്ട, നമ്മള് മാത്രം മതി. കേക്ക് കട്ടി. തന്റെ ചാൻസാ, ചോദിക്ക്. ശരി, വേണ്ട, എനിക്ക് ഡയറി മതി. ഓക്കെ. 1 വീക്ക് ലിയോയുടെ കൂടെ സംസാരിക്കാനേ പാടില്ല, പറ്റുമോ? അയ്യേ, ഇതെന്താ ഇങ്ങനെ? ഗെയിം ഷുഡ് ബി ഫെയർ. ഇതൊരുമാതിരി കൊച്ചുകുട്ടികളെ പോലെ മിണ്ടരുത്, കാണരുത് എന്നൊക്കെ പറഞ്ഞു. അൺഫെയർ ആയിട്ട് എന്താ ഉള്ളത്? കാണരുതെന്ന് പറഞ്ഞില്ലല്ലോ, മിണ്ടരുത്, അത്രേ ഉള്ളൂ. പറ്റില്ലെങ്കിൽ വേണ്ട, ഗെയിം ഇവിടെ വെച്ച് നിർത്താം. അയ്യോ വേണ്ട. ശരി, സമ്മതിച്ചോ. പക്ഷെ 1 വീക്ക്, ഒരു 2 ദിവസം പോരെ? 1 വീക്ക്. ഓ, ഡയറി ചൂസ് ചെയ്തത് അബദ്ധമായി പോയി. ശരി, സമ്മതിച്ചു. ആഹാ, എനിക്കാണല്ലോ. പറ, ട്രൂത്ത് ഓർ? ട്രൂത്ത്. ഓക്കെ. നന്ദു, ജിത്തു, അവരെ കുറിച്ചാണോ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ഹൗ ഡിഡ് യു നോ ദാറ്റ്? ഇച്ചേച്ചി. ആയിരുന്നു. ഇനി അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. എന്നെക്കുറിച്ച് എന്നേക്കാൾ നന്നായിട്ട് ചേട്ടായിക്കും ചേച്ചിക്കും അറിയാം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പേടിച്ചു പോയോ? അതോ എന്നോട് ദേഷ്യമാണോ? ദേഷ്യോ? എന്തിന്? താൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. പക്ഷേ കുറച്ചുകൂടെ മുമ്പേ പറയാമായിരുന്നു. ശ്രമിച്ചതാ, പക്ഷേ കഴിഞ്ഞില്ല. അവരെക്കുറിച്ച് നല്ല ഓർമ്മകൾ മാത്രം മതിയെന്ന വാശിയായിരുന്നു. ഞാൻ എത്ര ശ്രമിച്ചാലും അവസാനമായി എൻ്റെ കൈ കിടന്ന് പിടഞ്ഞ അവളുടെ മുഖവും അവൻ്റെ മരവിച്ച ശരീരവും മാത്രമേ ഓർമ്മയിൽ വരൂ. ഒരു പക്ഷേ അവള് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പകരം അവളെ സ്വീകരിക്കുമായിരുന്നു. ജിത്തു, അവനവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. തുറന്നു പറയുന്നതിന് മുൻപേ. അതിൻ്റെ പേരിൽ താൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഒരു പക്ഷേ തൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ജീവൻ പോലും ബാക്കി വെക്കില്ലായിരുന്നു. തെറ്റ് തന്നെയാ. കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുമെന്ന് തോന്നുന്ന അവസ്ഥയിലും കൂടെ നിന്ന് എല്ലാവരെയും ഞാൻ വേദനിപ്പിച്ചു. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും 3 ജീവൻ ഞാൻ കാരണം നഷ്ടപ്പെട്ടു. ഒരുപാട് പേരുടെ സന്തോഷവും പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം തകർന്നത് ഞാൻ കാരണമല്ലേ? അങ്ങനെ ചിന്തിക്കുമ്പോൾ ചെയ്തതൊക്കെ വലിയ തെറ്റാ. ചിത്തു, നന്ദു, 3 പേരെന്ന് പറഞ്ഞത്? ഞാൻ ഊഹിച്ചു. കഥ മുഴുവൻ നീ അറിഞ്ഞു കാണില്ല. സാരമില്ല, ബാക്കി ഭാഗം ഞാൻ പൂരിപ്പിക്കാം. എന്നെ തടയണ്ട. ഇതുകൂടി എനിക്ക് ചെയ്തേ പറ്റൂ. എന്നെ കുറിച്ച് ഇനിയും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും നിങ്ങളെ സംരക്ഷിക്കുമെന്ന വാക്ക് ഞാൻ എന്റെ പപ്പയ്ക്ക് കൊടുത്തതാ. അതെനിക്ക് പാലിച്ചേ പറ്റൂ. വേട്ട പട്ടികളെ പോലെ തമ്മിൽ കടിച്ചു കീറി ചാവുന്നത് കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. മതി, വേണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്.
നിങ്ങൾ ആരെതിർത്താലും ഞാൻ പോവും. അതെ അതെ, പ്ലീസ്, ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ ഞങ്ങൾ പറയുന്നൊന്ന് അനുസരിക്കേ, അവസാനിപ്പിക്കേ. ഇനി ഇതൊന്നും താങ്ങാനുള്ള ശേഷി എനിക്കില്ല. നിനക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടാനും ഞങ്ങൾ ഒരുക്കാം. പക്ഷെ അതിന് നീ ജീവനോടെ ഉണ്ടായിരിക്കണം. ചേച്ചി, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? ഒന്നുമില്ലാതെ ചാവുന്നതിനേക്കാളും ഭേദം ഇതൊക്കെയാണെന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. അതുകൊണ്ട് വിട്ടേക്ക്, എനിക്ക് പോണം. ഇല്ല, നീ പോവില്ല. എന്നെ വീട്ടുകാരല്ലേ പറഞ്ഞേ? ജെനി, What is this, Johan? Did I say you that you should care her? It's really late. We lost a baby. no. എന്റെ കുഞ്ഞ്. ചേട്ടായി, ദ്രോഹി, കൊന്നു കളച്ചോടാ നീ എന്റെ കുഞ്ഞിനെ. ഞാനല്ല. എനിക്കറിയില്ലായിരുന്നു. അതേടാ, നിനക്കൊന്നും അറിയില്ലായിരുന്നു. കണ്ണടച്ചിരുട്ടാക്ക് മാത്രം നീ ഇത്രയും നാളും ചെയ്തിരുന്നത്. അതിലിപ്പോ എന്റെ കുഞ്ഞിനെ കൂടി ബലി കൊടുക്കേണ്ടി വന്നു അല്ലേ? രണ്ടുപേർക്കും കുഞ്ഞുങ്ങളില്ലാത്തത് വലിയ പരാതിയായിരുന്നല്ലോ. നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് നല്ല രീതിക്ക് തന്നെ കേട്ടിട്ടുണ്ട്. ഇരട്ടി മധുരമാ വരാൻ പോകുന്നേ. ട്വിൻസാ. ട്വിൻസോ? ഇജയ? ബട്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഒരു കുഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നേ, മറ്റേ ആൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല, തുടങ്ങുന്നതല്ലേ ഉള്ളൂ. നന്നായി റെസ്റ്റ് എടുക്കണം. പിന്നെ ആഹാരം വെള്ളവും നല്ലോണം വേണം. അതിലൊരു കുറവും കാണിക്കരുത്. 1 month കഴിഞ്ഞിട്ട് ഒന്നുകൂടി ചെക്കപ്പ് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ അന്നേരം പറയാം. ഓക്കെ ഡോക്ടർ. പിള്ളേരിതൊക്കെ അറിഞ്ഞ ഒത്തിരി ഹാപ്പി ആവും അല്ലേ? പിന്നെ ചോദിക്കാനുണ്ടോ? പക്ഷേ ട്വിൻസ് ആണെന്ന കാര്യം ഇപ്പൊ അവരെ അറിയിക്കണ്ട. നീ എന്തേ പറയുന്നേ? എന്നെ കൊണ്ട് പിടിച്ചു വെക്കാൻ കഴിയുമെന്ന് തോന്നില്ല. തോന്നിയേ പറ്റൂ. ഈ വിവരം അറിയുമ്പോഴേ ഒത്തിരി സന്തോഷിക്കും. ഒരു കുഞ്ഞിനെ മാത്രം പ്രതീക്ഷിച്ച് നിൽക്കുന്ന അവരുടെ കയ്യിലോട്ട് 2 പേരെ വെച്ചു കൊടുക്കുമ്പോഴുള്ള ഹാപ്പിനെസ് ഒന്ന് ഓർത്തു നോക്കിയേ. എനിക്ക് ആ സന്തോഷം ഒന്ന് കാണണം. അതുകൊണ്ട് ഈ വിവരം ഇപ്പൊ അവരെ അറിയിക്കണ്ട. നീയൊക്കെ ഒരു കുഞ്ഞിനെ സ്വപ്നം കണ്ടപ്പോ ഞങ്ങളെ കാത്തിരുന്നത് 2 പേരെയാണ്. കണ്ട് കൊതി തീർന്നതിന് മുമ്പേ ആ ജീവൻ നഷ്ടപ്പെടുത്തിയില്ലേ? അകത്ത് കിടക്കുന്ന അവളോട് ഞാൻ ഇനി എന്താ പറയണ്ടേ? ആദി, ക്ഷമിക്കണം. ഈ പാപിക്ക് മാപ്പ് തരണം. മാപ്പ്? എന്തിന്? ഞങ്ങളുടെ സ്വപ്നങ്ങൾ തകർത്ത് കളഞ്ഞ നിനക്ക് എന്തിന്റെ പേരിലാണ് മാപ്പ് തരണ്ടേ? ആദി, ഇതൊക്കെ സംഭവിച്ചത് നീ കാരണമല്ല. ഓവർ സ്ട്രെസ്, ടെൻഷൻ, അതെല്ലാം കാരണം ഉണ്ടായതാ. ജെനി, നീ ഇനി ഇവനെ ന്യായീകരിക്കുകയാണോ? ഇച്ഛായ, കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് കുറ്റപ്പെടുന്നതിന് പകരം ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചൂടെ? ദേ, നമ്മുടെ കുഞ്ഞ് നഷ്ടം എന്നും നഷ്ടം തന്നെയോ. ആ ജീവൻ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാനും പോകുന്നില്ല. അതിൻ്റെ പേരിൽ മറ്റാരും ഇനിയും അനുഭവിക്കരുത്. ഇത്രയും നാളും എൻ്റെ ഉള്ളിലാണ് അവർ 2 പേരും വളർന്നത്. പെട്ടെന്നുണ്ടായ ഈ നഷ്ടം എങ്ങനെ മറക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഒരു ജീവൻ നഷ്ടപ്പെട്ടാലുണ്ടാവുന്ന വേദന എത്രത്തോളമാണെന്ന് ഇത് കൂടുതൽ നിന്നെ മനസ്സിലാക്കി തരാൻ ഈ ചേച്ചിക്ക് കഴിയില്ലടാ. ഇതോടുകൂടെ എല്ലാം അവസാനിക്കണം. അതല്ല, ഇനിയും നിനക്ക് നിന്റെ പകയും പ്രതികാരമാണ് വലുതെങ്കിൽ ആരും നിന്നെ തടയില്ല. പശ്ചാത്താപമാണ് ഭാവിയെ വലിയവനാക്കുന്നത്. ഇവിടെ നിന്റെ ഭാഗത്തും ശരികളുണ്ട്.
എല്ലാം മറന്നേക്ക്. ഇനി നിനക്ക് പുതിയൊരു ജീവിതമുണ്ട്. അതിന് ഇവിടെ വിട്ടു പോകണം. നീ ഞങ്ങൾ അനുസരിക്കണം. തിരിച്ചു പോവാം. ആർക്കും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാ ഞാൻ ചെയ്തത്. അതിൻ്റെ പേരിൽ ചേട്ടൻ കുറേ നാളത്തേക്ക് എന്നോട് മിണ്ടിയിട്ടില്ല. പക്ഷേ ഈ ചേച്ചി എന്നെ ഒന്നും കുറ്റപ്പെടുത്ത പോലും ചെയ്തിട്ടില്ല. എല്ലായ്പ്പോഴും എനിക്ക് ചുറ്റും എല്ലാത്തിനും കൂടെ നിന്ന് വന്നു. ഇച്ചു അവനെ കാണുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ പെടയാറുണ്ട്. അവൻ കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ അവനൊരു കൂടെപ്പിറപ്പുണ്ടായിരുന്നു എന്നും ഞാൻ കാരണം ആ ജീവൻ ഇല്ലാതായി എന്ന് അറിയുമ്പോൾ അവനും എന്നോട് വെറുപ്പായിരിക്കുമല്ലേ. നിനക്ക് പോലും ഇപ്പം എന്നോട് ദേഷ്യം തോന്നില്ലേ? ഭാവിയാ ഞാൻ, മഹാഭാവി. എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ഒരുപാട് പേരെ കഷ്ടപ്പെടുത്തിയ ചെകുത്താൻ. താൻ എന്തൊക്കെയാ ഈ പറയുന്നേ? ഒന്നും അറിയാതിരുന്ന ഞാനല്ലേ? കൂടെ നിൽക്കേണ്ടിയിരുന്ന സാഹചര്യത്തിൽ പോലും അതിനൊന്നും എനിക്ക് കഴിയാതെ പോയി. ഈ കരച്ചിലൊന്ന് നിർത്തോ? നെക്സ്റ്റ് പാർട്ടിന് വേണ്ടി നമ്മുടെ പ്ലേ ബോർഡ് വെയിറ്റിംഗില്ല. വേണ്ട. വേണം. വീണ്ടും എനിക്കാ? പറ, ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. വാട്ട് അബൌട്ട് യുവർ ഫസ്റ്റ് ലവ്? ഫസ്റ്റ് ലവ്? അങ്ങനെയൊന്നുമില്ല. അതിന് കമ്മിറ്റഡ് ആണെന്ന് ആരും പറഞ്ഞേ? എനിക്കൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് സത്യം, ബട്ട് നോട്ട് കമ്മിറ്റഡ്. അവൾക്ക് എന്നെ ഇഷ്ടമല്ല. ദേ, ഗെയിം ഫെയർ ആയിരിക്കണം. ട്രൂത്ത് പറഞ്ഞിട്ട് കള്ളം പറയാൻ പാടില്ല. പറ പറ. ഓക്കെ. ഞങ്ങളെപ്പോഴും ഒരുമിച്ചായിരുന്നു. ഒരുമിച്ചെന്ന് പറയുമ്പോ ക്ലാസ്മേറ്റ്സ് ആയിരിക്കും. റൂംമേറ്റ്സ്. റൂം? കളിയാക്കിയതാണല്ലേ. ശരി, ഇനി ഇടകയറത്തില്ല, പറഞ്ഞോ. എനിക്ക് അവൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. എപ്പോഴും എന്നും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. നിഴല് പോലെ എല്ലാത്തിനും കൂടെ നിന്നു. പെട്ടെന്നൊരു ദിവസം അവൾ അവളുടെ പാരൻസിൻ്റെ കൂടെ അമേരിക്കയിലോട്ട് പോയി. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാത്തിരിക്കാമെന്ന് വിചാരിച്ചു. എവിടെയാണെന്നോ എന്ത് ചെയ്യുവാണെന്നോ ഒന്നും അറിയാതെ 1.5 കൊല്ലത്തോളം അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഈ ലൈഫിൽ ഞാൻ ആർക്കു വേണ്ടിയും അത്രത്തോളം ആഗ്രഹിച്ചിട്ടില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ദിവസം ചേട്ടായിയുടെ കൈയും പിടിച്ച് അവളെ പടി കയറി വന്നു. ഒരു പിങ്ക് ഫ്രോക്കും ഇട്ട് മുടി നേരിച്ചുകൊണ്ട് ചീന്തി ഒതുക്കാതെ നിറഞ്ഞ കണ്ണുകളുമായി. ആ ഒറ്റ നിമിഷത്തേക്ക് എൻ്റെ ഹൃദയം നിശ്ചലമായ പോലെ തോന്നി. എല്ലാം നഷ്ടപ്പെട്ട് ആരും ഇല്ലാതെയാ അവൾ തിരിച്ചു വന്നതെന്ന് അറിഞ്ഞപ്പോൾ ഓടിച്ചെന്ന് ചേർത്ത് പിടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും കണ്ടുമുട്ടിയ വെപ്രാളത്തിനിടയിൽ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. ഇനി ഒരിക്കലും എങ്ങോട്ടും പോവാതെ ഈ കൈയിനുള്ളിൽ ചേർത്ത് പിടിക്കണമെന്ന് അന്നുള്ളിൽ ഉറപ്പിച്ചതായിരുന്നു. ഒന്ന് നിർത്തിയേ. ഫസ്റ്റ് ലവിനെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോ എന്നെ വെച്ച് കഥ ഉണ്ടാക്കുവാണോ? എനിക്കിപ്പോഴും മനസ്സിലായില്ലേ കിച്ചു? യു ആർ മൈ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലവ് ഫോർ എവർ. നോ, ഞാൻ താൻ എന്തൊക്കെയാ ഈ പറയുന്നേ?
എടാ എനിക്ക് ഇതാ മനസ്സിലാവാതെ, നിന്റെ അനിയനും അനിയത്തിയും വീട്ടിൽ നിന്ന് തന്നെയല്ലേ പോവാറ്, തിരിച്ചങ്ങോട്ട് തന്നെയല്ലേ വരാറും. പിന്നെ എന്നാത്തിനാ കാശില്ലാത്തവൻ ബർഗറിന് ഓർഡർ ചെയ്തിട്ട് വെയിറ്ററിനെ കാത്തിരിക്കണ പോലെ ഈ റോട്ടിൽ വന്ന് ഈ ഇരിപ്പിരിക്കുന്നേ? നിന്നോട് ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട് അവൾ എന്റെ അനിയത്തി അല്ലാന്ന്. പിന്നെ ആര് നിന്റെ ചേച്ചിയാ? ഒന്ന് പോയേർക്കാ. നീ ഒറ്റ എടുത്താൻ കാരണം ഇന്ന് എന്റെ ബാറ്റ് മിസ്സാവും. ഓ എന്റെ ഡാനി, ഇനി എന്തൊക്കെ സംഭവിച്ചാലും നിനക്ക് വേണ്ട അത്രയും ബോൾ ചെയ്ത് തന്നിട്ട് ഞാൻ വീട്ടിൽ പോകത്തുള്ളൂ, പോരെ? അവസാനം ബോളിംഗ് ഒഴിച്ച് ബാക്കി എല്ലാ പോസ്റ്റും ഞാൻ തന്നെ ചെയ്യേണ്ടി വരുമല്ലേ? എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഓ ദേ വരുന്നു നിന്റെ അനിയനും ചേച്ചിയും. അല്ല പിന്നെ കണ്ണേട്ടാ, എന്താ ബ്രോ, ഇന്ന് കളിക്കാൻ പോയില്ലേ? ആ പോണം. നിങ്ങൾ 5 മിനിറ്റ് ലേറ്റ് ആണല്ലോ, എവിടെ പോയിരുന്നു? അത് വരണ വഴിക്ക് ഒരു പ്രശ്നം ഉണ്ടായി. എന്ത് പ്രശ്നം? പ്രശ്നം? ഒരു പ്രശ്നമില്ലല്ലോ. ഞങ്ങള് വരുന്ന വഴിക്ക് തോട്ടിലൊരു പാമ്പിനെ കണ്ടു. തോട്ടില് പാമ്പാ? ഓ, നീർക്കോളിയും പാമ്പിനെയും തിരിച്ചറിയാത്തൊരു മണ്ടി. നീ പടം മരപ്പട്ടി. ചുമ്മാ ഇരിയടാ, കാര്യം വേറെ എന്തോ ആണെന്ന് മനസ്സിലായി. കാര്യം എന്താണെന്ന് വെച്ച് പറയടാ. അത് ഞങ്ങളുടെ ട്യൂഷൻ സെന്ററിലെ ചാക്കോ സാറിന്റെ മോന് ഇവളോട് ഒടുക്കത്തെ പ്രേമോ. പ്രേമോ? എടി നിനക്ക് അവന് ഇഷ്ടമാണോ? അയ്യേ, എനിക്ക് ആ ചേട്ടനെ കാണുന്നതേ പേടിയാ. ഓ സമാധാനം. എന്നിട്ട് ബാക്കി പറ. എന്നും ഇവളുടെ പുറകെ നടന്ന് ഐ ലവ് യു എന്ന് പറയും. ഇന്നും ഞങ്ങള് വരുന്ന വഴിക്ക് ഇവളെ പിടിച്ചു വെച്ച് തിരിച്ച് ഇഷ്ടമാണെന്ന് പറയാൻ പറഞ്ഞു. എന്നിട്ട് നീ അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞോ? ഇല്ല, ഞാൻ പോടാ പട്ടിന്ന് പറഞ്ഞു. വെരി ഗുഡ്, നല്ല അച്ചടക്കമുള്ള പെൺകുട്ടി. അപ്പനും അമ്മയൊന്നും ഇല്ലല്ലോ, ഇവളെ അവൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു എന്റെ കൊച്ചിനെ സങ്കടപ്പെടുത്തി, അല്ലേടി? ഇത്രയൊക്കെ ഉണ്ടായിട്ട് നീ ഒരു അക്ഷരം മിണ്ടാതെ എല്ലാം കേട്ടോണ്ട് നിന്നോ? ഏയ്, ഇവള് കരയണ കണ്ടപ്പോ സഹിച്ചില്ല. ഞാൻ അവന്റെ നെഞ്ചാക്കുളം നോക്കി അലക്കലക്കി, അവനാണെങ്കിൽ പറന്നങ്ങ് വീണ്. ആ ഗ്യാപ്പില് ഞാൻ ഇവളെയും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ആഹ്, നുണയാണേലും കേൾക്കാൻ നല്ല രസമുണ്ട്. ആ മതി മതി, നീ വെളിയും കൂട്ടി വീട്ടിൽ പോകാൻ നോക്ക്. ഓക്കേ, ഇനിയേലും നമുക്ക് കളിക്കാൻ പോയാലോ? ഇന്ന് നമ്മുടെ മാച്ച് ഗ്രൗണ്ടിലല്ല. പിന്നെ? ഓഹോ, ട്യൂഷൻ സെന്റർ. ഐ ആം റെഡി. കുറെ കാലമായി തല്ലു കൊണ്ടിട്ട്, അല്ല തല്ലു കൊടുത്തിട്ട്. നീ വാടാ. എടാ, ഈ മുറിപ്പാടും വെച്ച് നീ വീട്ടിൽ കയറിയാ ഉറപ്പളിയാ ഇച്ചേച്ചി പൊക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഞാൻ നിന്റെ വീട്ടിലോട്ട് വന്നാലോ? എന്നിട്ട് വേണം നിന്റെ ചേട്ടൻ എന്റെ വീട്ടിൽ കയറുവാൻ നിലമ്പുണ്ടാക്കാൻ. അല്ലേലേ ഞാനാ നിന്നെ വഴിതെറ്റിക്കുന്ന ഒരു സംസാരമുണ്ട്. കാര്യം അത് ശരിയാണേലും ഇപ്പൊ എനിക്ക് 4 നേരം കഞ്ഞി കിട്ടുന്നുണ്ട്. അത് മുടക്കാൻ ഉദ്ദേശമില്ല. എന്ന് ഉയർന്ന എന്താ നിന്നെയൊക്കെ. ഉമ്മറത്താരും ഇല്ലാതിരുന്നാ മതിയായിരുന്നു. നീ വിട്ടോ, പിടിക്കപ്പെട്ടില്ലെങ്കിൽ നാളെ കാണാം. ആദി, അയ്യോ പെട്ടു. നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാനോ? കളിക്കാൻ ഗ്രൗണ്ടിൽ പോയേക്കുമായിരുന്നു. നീ ഇന്ന് പിള്ളേരുടെ ട്യൂഷൻ സെന്ററിൽ പോയിരുന്നോ? ട്യൂഷനാ? ഞാനിനി അവിടെയൊക്കെ പോണേ? ഏയ്, ദേ ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. നീ എന്തിനാടാ സാമുവിന്റെ കൈ തല്ലുപിടിച്ചേ? മുടിഞ്ഞ സമാധാനം. ഓ, അപ്പൊ നീ തന്നെയാണല്ലേ ചെയ്തേ? എടാ, ഇത് എത്രാമത്തെയാ ഈ വഴക്ക് കൂടി നടക്കാൻ? നിനക്ക് നാണില്ലേ? ഞാൻ ആവശ്യമില്ലാതെ ആരുടെ മെക്കിട്ട് കയറാറില്ല എന്ന് ഇച്ചേച്ചിക്ക് അറിയാലോ. അവൻ ആളൊരു തരികിടയാ. കിച്ചൻ ഓരോന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോ ഒന്ന് ചോദിക്കാൻ പോയി. അത് പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് ആയിപ്പോയി. അല്ലേലും അവളുടെ പേരിലാണല്ലോ 2 എണ്ണം ഇവിടെ എപ്പോഴും തല്ലുണ്ടാക്കാറ്. ആ പയ്യൻ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്നെയും ഇച്ചായനെയും അറിയിച്ചാ പോരായിരുന്നോ? നേരെ തല്ലുവാണ് വേണ്ടേ? അതിനിപ്പോ ഇവിടെ എന്നാ ഉണ്ടായേ? അവൻ വന്ന് പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോണില്ല. ആ പേടിയൊന്നും വേണ്ടെന്നേ. എടാ കഴുതേ, സാറ് വിളിച്ചായിരുന്നു. പിള്ളേരെ 2 എണ്ണത്തിന് ഇനി അങ്ങോട്ട് വിടണ്ടാന്ന് പറഞ്ഞു. സ്കൂളിൽ പോയ തരതല പറഞ്ഞു കളിച്ച് സമയം കളയും. ഒരക്ഷരം പഠിക്കത്തില്ല. ആ ചാക്കോ മാഷെന്ന് കണ്ണുരുട്ടിയ 2 എണ്ണം വിറയ്ക്കുമായിരുന്നു. അത് അവിടെ തന്നെ കൊണ്ടുപോയി ചേർത്തെ. ഇപ്പൊ നീ കാരണം അതും ഇല്ലാതായി. അത്രേ ഉള്ളോ? അവൾക്ക് അല്ല, അവർക്ക് ഇനി മുതൽ ഞാൻ ട്യൂഷൻ എടുത്തോളാം, പോരെ? അപ്പൊ നിനക്ക് പഠിക്കൊന്നും വേണ്ടേ? ഞാൻ എന്റെ ടൈം ടേബിൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇച്ചേച്ചി ടെൻഷൻ ആവാതെ. പിന്നെ ചേട്ടൻ ഇതറിയണ്ട. എല്ലാ തവണത്തെ പോലെയും ഇതും അങ്ങ് കുഴിവിട്ട് മൂടിയേക്കണേ പ്ലീസ്. പഠിക്കുവാണോ? അതേലോ. മേഡം എന്താ ഇങ്ങോട്ട്? പഠിക്കാനൊന്നുമില്ലേ? ഒരുപാടുണ്ട്. ഇന്ന് എനിക്ക് ചോക്ലേറ്റ് കിട്ടില്ലല്ലോ. ആ കാര്യം ഞാൻ മറന്നുപോയതാ. വെച്ചോ. ഞാൻ ഈ ചോക്ലേറ്റ് വാങ്ങിക്കുന്ന ഏർപ്പാട് നിർത്താൻ പോവാ. അതെന്താ? എന്നും ഇങ്ങനെ മധുരം കഴിച്ചാ ഷുഗർ വരത്തില്ലേ? അത് സാരമില്ല. കണ്ണേട്ടൻ പഠിച്ച വലിയ ഡോക്ടർ ആവാൻ പോവല്ലേ, എന്നിട്ട് ചികിത്സിച്ചാ മതി. നിന്റെ ഷുഗറിന് ചികിത്സിക്കാൻ ഞാൻ പഠിച്ച ഡോക്ടറാണല്ലേ? കൊള്ളാം. അത് വിട്. ഞാൻ വന്നേ ഒരു സീക്രട്ട് പറയാനാ. സീക്രട്ട്? ശരി, പറ കേക്കട്ടെ. നാളെ മുതല് ഞങ്ങൾക്ക് ട്യൂഷന് പോകണ്ടല്ലോ. കർത്താവേ, ഇവളെല്ലാം അറിഞ്ഞു. ആ ചേട്ടൻ എന്റെ പുറകെ നടക്കുന്ന കാര്യം ചാക്കോ മാഷ് അറിഞ്ഞു. ലീവയുടെ പഞ്ച് കൊണ്ട് ആ ചേട്ടന്റെ കൈ ഒടിഞ്ഞു. ഒറ്റ പഞ്ചില് കൈ ഒടിഞ്ഞ? അന്യായം. തെലുങ്ക് സിനിമയിൽ
സ്കൂളിലും ഇങ്ങനെ ഒരു ഫൈറ്റ് ഞാൻ കണ്ടിട്ടില്ല. നിന്നോടാരാ ഇതൊക്കെ പറഞ്ഞേ? ലിയോ CID പണി കൂടി കണ്ടുപിടിച്ചതാ. മാഷ് ഇനി മുതൽ ഞങ്ങളോട് അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. ആഹാ, ഒടുക്കത്തെ സന്തോഷാണല്ലേ. എന്നൊരു ഹാപ്പി ന്യൂസ് കൂടെ പറയാം. നാളെ മുതൽ സ്കൂളിൽ വിട്ടാൽ നേരത്തെ വന്നോണം. ഇനി മുതൽ നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കാൻ പോകുന്ന ഞാനാ. ഒരു സിംഹത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ കുട്ടിക്കടയുടെ മഴയിലാണോ വന്ന് വീണേ? സൈക്കിൾ എങ്ങനെ ഓടിക്കാന്ന് ഇനി ഞാൻ കാണിച്ചു തരാം. നീ അങ്ങോട്ട് മാറി നിക്കണേക്കാ. ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? അവന്റെ ഒരു പാട്ട സൈക്കിൾ എന്റെ കൈ വേദനിച്ചിട്ട് വയ്യ. ദേ ചോര വരുന്നു. നിന്നോട് അത്ര കഷ്ടപ്പെട്ടതിൽ വലിഞ്ഞു കയറാനൊന്നും ആരും പറഞ്ഞില്ലല്ലോ. എന്നിട്ടിപ്പോ കുറ്റം മൊത്തം എനിക്ക് എന്റെ സൈക്കിളിനും അല്ലേ? എന്താടാ രണ്ടും കൂടി ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നേ? കണ്ണേട്ടാ എന്റെ കൈ മുറിഞ്ഞു. എവിടെ കാണിച്ചേ? എന്റെ പൊന്നെ, ഇവളെന്തോന്ന് അന്യ ഫീമെയിൽ വേഷനാ. നീ ഇങ്ങനെ കരയാതെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. മരുന്ന് വെച്ചാൽ മാറിക്കോളും. ഇങ്ങേരിത് ഇവിടുന്ന് വന്ന് കയ്യിൽ കുറച്ച് പെയിന്റ് ഇളകിയതിന് ഹോസ്പിറ്റലിൽ. ഒരു കമ്മ്യൂണിസ്റ്റ് വെച്ച ചതച്ചെന്ന് തേച്ചാ വൈകുന്നേരം ആകുമ്പത്തേനും ഉണങ്ങും. അതിനാണ് നീ മിണ്ടരുത്. ആവശ്യമില്ലാതെ ഇവിടെയും കൂടെ കൂട്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി വീഴിക്കും. എന്നിട്ട് ന്യായം പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞതാണോ പ്രശ്നം? വേണ്ട, എന്തിനാ ഹോസ്പിറ്റല്? നേരെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാം. അതാവുമ്പോ ഒരു ഓപ്പറേഷൻ കൂടി നടത്താലോ. എന്നാ തീരും. നീ ഇങ്ങനെ കരയാതെ, സാരമില്ല, വാ ഞാൻ മുറിവ് വെട്ടിത്തരാം. നിർത്തടി അവളുടെ ഒരു കള്ളക്കരച്ചില്. ഇനി മൂങ്ങിയ നാളെ തൊട്ട് എന്റെ സൈക്കിളൊന്നും തൊടാൻ പോലും ഞാൻ സമ്മതിക്കൂല. വേണ്ട. കണ്ട ഒരു വൈദ്യശാസ്ത്രത്തിന് വിട്ടുകൊടുക്കാതെ ഞാൻ തന്നെ അവളുടെ കരച്ചിൽ നിർത്തിയാ കണ്ട. വീണ്ടും മനുഷ്യൻ ജയിച്ചു, ശാസ്ത്രം തോറ്റു. ഞാൻ കളിക്കാൻ പോവാ, നീ വരുന്നുണ്ടെങ്കിൽ പാടി. ഓ, അവളുടെ ഒരു നോട്ടം കണ്ടില്ലേ? നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അവന്മാരുടെ കൂടെ ഒന്ന് കളിക്കാൻ പോയി കരുതുന്നേ. പറയുന്നതൊന്നും അനുസരിച്ചൂടെ? എത്ര പറഞ്ഞാലും കുന്ത വിഴിഞ്ഞതുപോലെ അങ്ങ് നിന്നോളൂ. അയ്യേ, നീ ഇപ്പോഴും ഇത് ആലോചിച്ചോണ്ടിരിക്കുകയാണോ? എടി, ഇന്നത്തെ കോട്ട കഴിഞ്ഞ് അങ്ങേർക്ക് പ്രാന്ത. നീ വാ, നമുക്ക് വല്ല തിന്നാ കിട്ടും നോക്കാം. ചേച്ചി കിച്ചു എന്തിയേ? അവള് മുറിയിൽ എവിടെയെങ്കിലും കാണും. അവിടെ കണ്ടില്ലെന്നേ, അതല്ലേ ചോദിച്ചേ. ഇടയിരത്തെ എനിക്കിവിടെ ഒരു 100 കൂട്ടം ജോലിയുണ്ട്. അതിന്റെ ഇടയ്ക്കാ എപ്പോഴും അവളുടെ പിറകെ നടക്കാൻ കൊച്ചുകുട്ടിയൊന്നല്ലല്ലോ. അവളുടെ മുറിയിലില്ലെങ്കിൽ ലിയോയുടെ മുറിയിൽ കാണും. പോയി നോക്ക്. കിച്ചു, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? ഞാൻ ലിയോയെ കാത്തു നിൽക്കുക. നീ എന്തെങ്കിലും ഞാൻ പറയുന്നതൊന്നും അനുസരിച്ചിട്ടുണ്ടോ? ഒറ്റയ്ക്ക് ഇങ്ങോട്ടൊന്നും വരരുതെന്ന് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. അവനെങ്ങോട്ടാ പോയേ? അറിയില്ല, ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതാ. ആ, നല്ല ബെസ്റ്റ് ആളാ. നീ വന്നേ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ അവന്റെ കൂടെ പോയിക്കോളാം. വെറുതെ ഭാഷ പിടിക്കണ്ട. അവൻ എവിടെയാണെന്ന് വെച്ചാൽ നീ ഇവിടെ വെയിറ്റ് ചെയ്യാ. വന്നേ, പോവാം. എന്താണ് ബ്രോ ഒരു വാക്ക് തർക്കം? ഓ, വന്നോ? എവിടെ പോയി കിടക്കുമായിരുന്നു? ഒറ്റയ്ക്ക് ഇവിടെ നിർത്തി നിന്റെ ഇഷ്ടത്തിന് നടക്കാനാണെങ്കിൽ കൂടെ കൂടണമായിരുന്നോ? ഇതൊക്കെ എന്തെങ്കിലും സംഭവിച്ചാ ആര് സമാധാനം പറയും? ഓ, ഒന്ന് കൂളാവും ബ്രോ. ഈ പട്ടാപകൽ ഇവിടെ ആരും കൊണ്ടുപോവാനാ? ഞാൻ എന്റെ സൈക്കിള് ഗ്രൗണ്ടിൽ വെച്ചൊന്ന് മറന്നു. അതെടുക്കാൻ പോയി. ഇവളെ ഇവിടെ നിർത്തിയിട്ട് 5 മിനിറ്റ് പോയി ആയി കാണത്തില്ല. അതിനെല്ലാത്തിന് എത്ര ദേഷ്യപ്പെടുന്നു. നിനക്കതിന് നിന്നെ തന്നെ നേരിച്ചോടെ നോക്കണ്ടാകുന്നില്ല. പിന്നെയല്ലേ ഇവിടെ. ഇനി ആവശ്യമില്ലാതെ ഇവിടെ കൊണ്ട് പുറത്തു പോയതെങ്കിൽ ഞാൻ അറിഞ്ഞ തലയ്ക്ക് ഇളക്കി വെച്ച് തരും. കിച്ചു, നീ വാ, വീട്ടിൽ പോവാം. ഞാൻ വരത്തില്ല. കാല് പിടിച്ചിട്ട് അയച്ചേച്ചി എന്നെ ഇവരുടെ കൂടെ വിട്ട്. എനിക്ക് ഇവരുടെ കൂടെ ഫുട്ബോൾ കളിക്കണം. ഫുട്ബോളോ? പിന്നെ അവിടെ തനിച്ചിട്ടിട്ട് ഞാൻ വീട്ടിൽ പോകണമെന്നാണോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. വന്നേ. അവളുടെ കൂടെ ഞാനില്ലേ? പിന്നെ ചേട്ടനെ എന്തിനാ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്നേ? അവളുടെ കയ്യിൽ നിന്ന് വിട്ടെ. മോറി നിൽക്കാൻ. നിനക്ക് നിന്റെ കാര്യം നോക്കിയാ പോരെ? ലിയോ, ഈ കണ്ണിന് എന്താ പറ്റിയേ? എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ വഴക്ക് പറഞ്ഞ എന്തിനാ? എന്നൊന്നും സമ്മതിക്കൂല. എനിക്ക് ഇഷ്ടമല്ല. എന്നോട് ഇനി മിണ്ട വേണ്ട. ലിയോ, നീ വാടാ, എനിക്ക് നമുക്ക് വീട്ടിൽ പോവാം. എനിക്ക് വേണ്ട, ഞാൻ ചോക്ലേറ്റ് കഴിക്കുന്നത് നിർത്തി. ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ? അവനോട് വഴക്കിട്ടതാണോ? എത്ര നാളെന്ന് വെച്ചാൽ നീ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക? ശരി, സോറി. ഇനിയെങ്കിലും ഈ പിണക്കൊന്ന് അവസാനിപ്പിക്കേ. സോറി എന്നോടല്ല, അവനോട് പോയി പറ. എന്നാ വേണ്ട. ഞാൻ പോയി അവനോട് സോറി പറയണല്ലേ? നടന്നു തന്നെ. നീ വേണ്ടണ്ട. ഒരു ചോക്ലേറ്റ് അല്ലേ ഇത്, ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം. വേണ്ട വേണ്ട, സോറി എന്നോട് പറഞ്ഞില്ലേ, അത് മതി. നീ ഇന്നും കളിക്കാൻ വരുന്നില്ലേ?
എടാ മോഡൽ എക്സാം അല്ലേ, അതിന്റെ ഇടയിൽ അവന്റെ ഒരു കളി. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? നിന്നെ പോലെ സയൻസ് എടുത്ത ബുദ്ധിജീവികൾ ഫുൾ ടൈം പുസ്തകമായിട്ട് നടക്കും. എന്നാൽ എന്നെ പോലെ കൊമേഴ്സ് എടുത്ത ബുദ്ധിജീവികൾ പുസ്തകത്തെക്കാൾ ആശ്രയിക്കുന്നത് പുറം ലോകത്തെയാണ്. മനസ്സിലായ? നീ എന്നാ തേങ്ങയാടാ ഈ പറയുന്നത്? കേട്ടിട്ടില്ലേ ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണെന്ന്? അതിപ്പോ ഇവിടെ പറയേണ്ട കാരണം? ഒന്നും ഇല്ലടാ, എന്തേലൊക്കെ പറയണ്ടേ, അതുകൊണ്ട് കിടക്കട്ടെ എന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നീ ഒന്നും വരുന്നില്ല. ഓക്കെ ബൈ, ഞാൻ പോവാ. നീ തുള്ളി കളിച്ച് എങ്ങോട്ടാ? കണ്ണേട്ടൻ്റെ അടുത്തോട്ട്. അവന് എക്സാമാ. നിങ്ങൾ രണ്ടിനെ പോലെയല്ല, രണ്ടക്ഷരം പഠിക്കുന്ന കുട്ടിയാ. വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ട, നീ പോയേ. കിടന്നിട്ടാണെങ്കിൽ ഉറക്കം വരുന്നില്ല. കണ്ണേട്ടനെ കണ്ടതേ ഇല്ലല്ലോ. എന്നാലും ഇങ്ങനെയുണ്ടൊരു പഠിത്തം. ഒരു വഴിയുണ്ട്. ഇതെന്താ മണി 11 കഴിഞ്ഞല്ലോ. ടെഡി പേരിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് കയ്യിൽ നോട്ട്ബുക്ക് പതിവില്ലല്ലോ. എന്നാ പറ്റി? അത് എനിക്ക് മാത്സിലൊരു ഡൗട്ടാ ഈ സമയത്ത്? നല്ലതാ. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞു തന്നതാണല്ലോ. ആണോ? എനിക്ക് മനസ്സിലായില്ല. ഒന്നുകൂടി പറഞ്ഞു തരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ചുമ്മാതല്ല, ഇങ്ങനെ മുഖത്തോട്ട് നോക്കിയിരുന്ന ഒരു കുന്തോ മനസ്സിലാകത്തില്ല. ബുക്കിലോട്ട് നോക്കു പെണ്ണേ. ഇതൊക്കെ എനിക്കറിയാം. അത് ശരി, നീ സമയം കളയാൻ വേണ്ടി തന്നെ വന്നതാണല്ലേ. അറിയുന്നല്ലേ പറഞ്ഞേ. എങ്കിൽ ഒരു പ്രോബ്ലം തരാം, അത് സോൾവ് ചെയ്തിട്ട് പോയാ മതി. അയ്യോ ശരിടാ, വേണ്ടായിരുന്നു. അത് ശരി, ബുക്കും പിടിച്ചുകൊണ്ട് ഉറങ്ങുമായിരുന്നു. ഇങ്ങനെ പോയാൽ നേരം വെളുക്കുന്നത് വരെ ഞാൻ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ. എന്റെ എക്സാം. കിച്ചു, ഒന്ന് എഴുന്നേറ്റേ. എവിടുന്ന്? ഇതിന്റെ ദേഹത്തോട് ഒരു ആന ചെരിഞ്ഞു വീണ പോലും അറിയാൻ പോണില്ല. എങ്ങനെ എനിക്കൊന്ന് കാല് തെറ്റി വീഴണമെന്ന് തോന്നിയാ ഇത്രയും ചെറുപ്പത്തിൽ അത്രയും വലിയൊരു അപരാധം വേണ്ട. ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമല്ല. അമ്മേ, എന്റെ നടു ഒളിഞ്ഞെന്നാ തോന്നുന്നേ. കണ്ണും കണ്ണും നെഞ്ചിൽ സ്വപ്ന കൂടൊരുക്കുന്നു. മൗനം പോലും മെല്ലെ സ്നേഹം കൈമാറുന്നു. കണ്ണേട്ടാ, അയ്യോ, ഞാൻ ചെയ്തില്ല. കണ്ണേട്ടാ പോവല്ലേ? ഉറക്കത്തിലായിരുന്നു. എന്നെ നല്ല ജീവൻ അങ്ങ് പോയി. കണ്ണെങ്ങാനും തുറന്നിരുന്നെങ്കിൽ നാറിപ്പോയേനെ. നിന്റെ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്നാ പറയാൻ, എല്ലാ തവണത്തെ പോലെയും ക്വസ്റ്റ്യൻ പേപ്പർ നല്ല ഈസി ആയിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇതും പൊട്ടി. നീ എവിടെ നിക്ക്, ഞാനൊന്ന് കടയിൽ പോയിട്ട് വരാം. നീ എന്തിനാ ഇന്നും ഈ ചോക്ലേറ്റ് മേടിച്ചോണ്ട് പോണേ? ഇത് എന്റെ പെണ്ണിന് വേണ്ടിയാ. പിന്നെ കൊറേ കാലമായിട്ട് കേൾക്കാൻ തുടങ്ങിയിട്ട്. നിന്റെ പെണ്ണെന്താടാ വല്ല കല്യാണം കിട്ടുന്ന നീതിയാണോ? നിന്റെ മുമ്പിൽ മാത്രമേ പ്രത്യക്ഷപ്പെടുത്തുള്ളൂ. നീ ഇങ്ങനെ തിരക്ക് കൂട്ടാതെ. എല്ലാത്തിനും ഒരു സമയമില്ലേ? അവളെ നിന്റെ മുന്നിൽ തന്നെ കൊണ്ട് നിർത്തി തരാം, പോരെ? ഇപ്പൊ നീ വാ. അങ്ങനെ നമ്മുടെ സ്കൂൾ ലൈഫ് ഏറെക്കുറെ തീരാറായി അളിയാ. ഇനി എന്താ നിന്റെ പ്ലാൻ? എനിക്ക് വേറെന്താ പ്ലാൻ? എൻട്രൻസ്, MBBS. നിന്റെ എന്നാ ചെയ്യുന്നു ഒരു പേടിയില്ല. അമ്മച്ചാണെ അപ്പൻ്റെ അടുത്തോട്ട് പോകാൻ കയറ് പൊട്ടിക്കാം. എൻ്റെ എക്സാം കഴിഞ്ഞ നേരെ ദുബായിലോട്ട് പറപ്പിക്കും. അങ്ങനെ എങ്ങനെ സംഭവിച്ചാ അളിയാ എനിക്കും നന്നാ വേണ്ടി വരുവേടാ. അപ്പൻ എന്നെ വട്ടം കറക്കും. മോനെ, ബാംഗ്ലൂരിൽ നിനക്ക് പറ്റിയൊരു കോളേജ് ഉണ്ട്, നമുക്ക് നേരെ അങ്ങോട്ട് വിട്ടാലോ? കൊമേഴ്സ് പഠിച്ച നിനക്ക് ഇനി ഡോക്ടർ ആവണോ? നല്ല മികച്ച തീരുമാനം. എൻ്റെ മരപ്പൊട്ട, ഡോക്ടറോ നേഴ്സോ നീ എന്ത് കുന്തമേണയിലും ആയിക്കോ.
ഞാൻ അവിടെ വല്ല MBAക്കും ചേർന്നോളാം, അല്ലേ വേറെ വല്ല കോഴ്സ് നോക്കാം. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. അതാവുമ്പോൾ അടിച്ച് പൊളിക്കുകയും ചെയ്യാം. അപ്പൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് കാശും കിട്ടും. ഞാൻ പറഞ്ഞ കോളേജിൽ 60% ഗേൾസാടാ. പോരാത്തതിന് മലയാളികളുടെ കോട്ട. നീ ഉണ്ടേ ആ ഗ്യാപ്പിൽ എനിക്കും വല്ല സ്ഥലവും. എനിക്ക് ഇവിടെ വിട്ടു പോകാൻ ഒരു ആഗ്രഹമില്ല. ഈ നാട്ടിലെ പച്ചപ്പും എൻ്റെ വീടും ചേട്ടൻ്റെ ഉപദേശവും ഈ ചേച്ചിയുടെ ചേറി പിടിച്ച കോമഡിയും ലിയോയുടെ വെകളിത്തരും കിച്ചുൻ്റെ കുറുമ്പും ഇതൊക്കെ ഇട്ട എനിക്ക് വേറെന്ത് ലൈഫാടാ ഉള്ളേ? ബെസ്റ്റ്. ബാംഗ്ലൂരിലെ പച്ചപ്പിന് പകരം പർപ്പിൾ ഓഷൻ ആണല്ലോ. പിന്നെ നീ പറഞ്ഞ കൂട്ടത്തില് നിന്റെ കല്യാൺകെട്ട് നീലി അവളെ വിട്ടുപോയി. കൂട്ടത്തില് അവളും ഉണ്ട്. എടാ നീയല്ലേ പറഞ്ഞ എക്സാം ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് അവളെ പരിചയപ്പെടുത്തി തരാന്ന്. 2 ദിവസത്തിനുള്ളിൽ എക്സാം കഴിയും. ഇനിയെങ്കിലും അവളെ ഒന്ന്. എടാ നീ വിചാരിക്കുന്ന പോലൊന്നുമല്ല. എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് അവക്ക് പോലും അറിഞ്ഞൂടാ. ആദ്യം എല്ലാം അവളോടൊന്ന് പറയട്ടെ, അതിനുശേഷം നിന്റെ മുമ്പിൽ കൊണ്ടുവരാം പോരെ? ശരി. ഞാനോർത്ത് രണ്ടും കൂടി ഒടുക്കത്തെ മരം ചുറ്റി പ്രേമമായിരിക്കുന്നത്. സംഗതി അവക്ക് പോലും അറിഞ്ഞൂടല്ലേ. വല്ലാത്തൊരു പ്രേമം തന്നെ. കിച്ചു, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നീ ഒന്ന് മുറിയിലേക്ക് വാ. ഞങ്ങളിവിടെ ബിസിയാ. ചേട്ടൻ പോയിട്ട് പിന്നെ വാ. ഓ ഇവനെ കൊണ്ട് എന്നാ കഴിഞ്ഞിട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. എന്താ പറയാനുള്ളേ? അത് പറയാം, നീ വാ ഇരിക്കേ. കിച്ചു, ഇപ്പോ എൻ്റെ എക്സാംസ് ഒക്കെ കഴിഞ്ഞല്ലോ. എന്റെ കഴിഞ്ഞല്ലോ. അതുകൊണ്ട് അതുകൊണ്ട് ഒന്നുമില്ല. ഇനി എനിക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാളും ഒത്തിരി പഠിക്കാൻ കാണും. അറിയാം. എനിക്ക് വേണ്ട പോലെ നിന്നെ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. കൂടെ ഇരിക്കാൻ സമയം കാണില്ല, സംസാരിക്കാൻ സമയം കാണില്ല. എടി പോത്തെ, നീ ഇവിടെ ഇരിക്കുമായിരുന്നു. ഞാൻ എവിടൊക്കെ നോക്കി. ഞാനേ പുറത്തു പോവാ. നീ വരുന്നുണ്ടോ? ഓ ഇവന് കയറി വരാണ്ടൊരു സമയം. ഞാനും കൂടി വരുന്നുണ്ട്. ശരി, എന്നാ പെട്ടെന്ന് വാ. ഞാൻ താഴെ കാണും. ബ്രോ, ഒരു 20 rupees കടം തരാൻ കാണൂ. നീ ഒന്ന് പോയേ. വേണ്ട, ഞാൻ ചേട്ടന്റെ പേഴ്സൺ അടിച്ചു മാറ്റിക്കോളാം. എടി നീ വന്നേക്ക്, ഞാൻ പോവാ. നീ പോവല്ലേ? കണ്ടിട്ടൊന്ന് പെട്ടെന്ന് പറ, അല്ലെങ്കിൽ അവന് കൂട്ടാതെ പോവും. അത് ഇപ്പൊ ഇവിടെ നിർത്തേ. നിന്റെ കാര്യം, നീ ഇങ്ങനെ എപ്പോഴും എന്റെ കൂടെ തന്നെ വേണമെന്നാ എനിക്ക് തോന്നുന്നേ. അതിന് ഞാൻ വേറെ ഇങ്ങോട്ട് പോകുന്നില്ലല്ലോ. ഇല്ല, അത് തന്നെ പറഞ്ഞേ. ഇനിയുള്ള 5 വർഷത്തേക്ക് നമുക്കിടയിൽ നല്ല ഗ്യാപ്പ് വന്നേക്കാം. നിന്റെ പഠിത്തം, ലൈഫ്. കിറ്റി, എടി നീ ഒന്ന് വരുന്നുണ്ടോ? നീ പോവല്ലേ? ദേ വരുവാ. ഇനി ഇതൊന്നും അവൻ എന്നെ കൂട്ടാതെ പോവും. നമുക്ക് വന്നിട്ട് സംസാരിക്കാവേ. ഞാൻ പോവാ. അവിടെ നിക്കാൻ. നീ ഇങ്ങനെ എപ്പോഴും എന്തിനാ അവന്റെ പുറകെ പോകുന്നേ? ഉണ്ണാനും ഉറങ്ങാനും എല്ലാത്തിനും ലിയോ. കുറച്ചു സമയം എന്നോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റാതായി. നിന്റെ ആരാവൻ? എന്നെക്കാളും ഇഷ്ടമാണ് നിനക്ക് അവനെ? അതെ, എനിക്ക് ഈ കണ്ണേട്ടന് ഒട്ടും ഇഷ്ടമല്ല. അവൻ എപ്പോഴും എന്റെ കൂടെ തന്നെ കാണും. കണ്ണേട്ടനാണല്ലോ എപ്പോഴും പുറകെ നടന്ന് വഴക്ക് കൂടുവല്ലേ. ഇപ്പൊ പോലും എന്നിങ്ങനെ പിടിച്ചു വെക്കുന്ന എന്തിനാ? നിനക്ക് ഇന്നും കഴിക്കാനൊന്നും വേണ്ടേ? വേണ്ട. അവൻ കഴിക്കുന്നില്ല, അപ്പൊ പിന്നെ നിനക്കൊന്നും വേണ്ടി വരൂല അല്ലേ? അത് എനിക്ക്. അവക്കും ഒന്നും വേണ്ട. എടാ, എനിക്ക് വിശക്കുന്നുണ്ട്. ഓ, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അതെ. ഇപ്പോ നമ്മൾ നിരാഹാര സമരത്തിലാ. അത് പെട്ടെന്ന് അവസാനിപ്പിച്ച എന്റെ ഹോസ്റ്റലിൽ പറഞ്ഞു വിടും. അത് വേണോ? വേണ്ട. അപ്പൊ ഞാൻ പറയുന്ന അനുസരിക്ക്. വൈകിട്ടല്ലേടി 2 ഷേക്കും 4 പപ്സി വായിലോട്ട് കുത്തിക്കേറ്റി തന്നേ. അവിടെ ഒരു വിശപ്പ്. വാ, റൂമിൽ പഴയിരിപ്പുണ്ട്, അതെടുത്ത് തരാം. അവർക്ക് ഇതെന്നാ പറ്റി? എന്നാ പറ്റാൻ? അവനെ ഹോസ്റ്റലിൽ വിടുന്ന കാര്യം പറഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയതാ ഇവിടെ നിന്ന് എങ്ങോട്ടും പോവില്ലാന്ന്. രാവിലെ 2 കുറ്റി പുട്ടും കേട്ടിട്ട് അപ്പൊ മുതൽ തുടങ്ങിയതാ നിരാഹാര സമരം. അതിന് അവളെന്തിനാ പട്ടിണി കിടക്കുന്നേ? 2 സയാമിസിരട്ടകളല്ലേ? അവനെ പറഞ്ഞു വിടുവാണെങ്കിൽ കൂടെ അവക്കും പോണം, അല്ലേ രണ്ടും പോകത്തില്ല. അതിനു വേണ്ടിയുള്ള കൂട്ടിരിപ്പ് സമരം. എനിക്ക് രണ്ടുപേരുടെ ഒരു കാര്യം പറയാനുണ്ട്. അത് ബാംഗ്ലൂരിൽ നല്ലൊരു കോളേജ് ഉണ്ട്. എനിക്ക് അവിടെ പഠിക്കണം എന്നൊരാഗ്രഹം. ബാംഗ്ലൂർ? അത്രയും ദൂരത്തൊക്കെ? നിനക്ക് നല്ല മാർക്കുണ്ടല്ലോ. എൻട്രൻസിനും ട്രൈ ചെയ്യുന്നുണ്ട്. ഇനി എത്ര കാശ് മുടക്കിയിട്ടാണെങ്കിലും ശരി, ഇവിടെ ഏതെങ്കിലും നല്ല കോളേജിൽ സീറ്റ് നോക്കാം. ഇത് നല്ല കോളേജാ. എന്റെ കുറെ ഫ്രണ്ട്സും കൂടെ പോകുന്നുണ്ട്. പുതിയ നാടും ആളുകളൊക്കെ ആവുമ്പോ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു. അതിനെ കുറിച്ച് നമുക്ക് രാവിലെ സംസാരിക്കാം. നീ ഇപ്പൊ പോയി കിടക്ക്. നീ എന്തിനാ അവനെ പറഞ്ഞു വിട്ടെ? കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വിടണ്ടേ? എന്നോട് ഇതിനെ കുറിച്ച് മുമ്പേ അവൻ സൂചിപ്പിച്ചായിരുന്നു. എന്നിട്ട് നീ എന്താ പറയാതിരുന്നേ? അവൻ അത്രയും ദൂരത്തേക്ക് വിടണം എന്നാണോ? എന്നോട് പറഞ്ഞപ്പോ ഞാൻ അത്ര വലിയ കാര്യമാക്കിയില്ല.
അവൻ കുറച്ച് നാളായിട്ട് വല്ലാതെ ഡിസ്റ്റർബ്ഡാ. ഒന്നിലും ഒരു ശ്രദ്ധയില്ല. ഫുൾ ടൈം മുറിക്കകത്ത് തന്നെ. അപ്പനും അമ്മയും പോയതിനു ശേഷം ഇപ്പോഴാ ഇങ്ങനൊരു അവസ്ഥയിൽ അവനെ കാണുന്നത്. ചിലപ്പോൾ നമ്മൾ അവനെ വിടത്തില്ല എന്നോർത്തുള്ള ടെൻഷനോ മറ്റാണല്ലോ. പുറത്തു പോയി പഠിക്കണമെന്ന് പറയുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ലല്ലോ. എത്ര നാളത്തെ കഷ്ടപ്പാടാ. അവ ആഗ്രഹിച്ച പോലെ പഠിച്ചോട്ടെ. ഇനി നമ്മൾ നിർബന്ധിച്ച് ഇവിടെ ഏതെങ്കിലും കോളേജിൽ ചേർത്താ അത് അവന്റെ പഠിത്തത്തെ ബാധിച്ചാലോ? വാവ്, എന്തോരം പലഹാരവാ! ഇതൊക്കെ ആർക്ക് കൊടുക്കാനാ? കൈയിട്ട് നശിപ്പിക്കാതൊരു പെണ്ണെ. ഇതൊക്കെ ആദ്യം പോകുമ്പോ കൊണ്ടുപോകാനുള്ളതാ. എങ്ങോട്ട് പോകുമ്പോ? അപ്പൊ നീ അറിഞ്ഞില്ലേ? എങ്ങനെ അറിയാനാ? സുനാമി വന്നാൽ അതൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്നും പറഞ്ഞല്ലേ രണ്ടിനെയും നടപ്പ്. കണ്ണേട്ടിന് എങ്ങോട്ടാ പോകുന്നെന്ന് പറ. എന്റെ മെക്കിട്ട് കയറാതെ പോയി അവനോട് തന്നെ ചോദിക്കടി. എങ്ങോട്ടാ പോകുന്നേ? ഇവിടുന്ന് എങ്ങോട്ടാ പോകുന്നേന്ന്? ബാംഗ്ലൂർ. ബാംഗ്ലൂർ? എന്തിന്? പഠിക്കാൻ. എന്നാ ഇനി തിരിച്ചു വരാ? വെക്കേഷൻസ്. എന്തിനാ ഇപ്പൊ ഇത്രയും ദൂരത്തൊക്കെ പോകുന്നേ? എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവുന്നല്ലേ എന്നോട് പറഞ്ഞേ. നിനക്ക് കൂട്ടുകൂടാനും കളിക്കാനും ഒക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ. പിന്നെ ഞാനെന്തിനാ? പോരാഞ്ഞിട്ട് രണ്ടുപേരും വലിയ കുട്ടികളായില്ലേ. ബോർഡിംഗ് സ്കൂൾ, ക്ലാസ്, ഫുൾ ബിസി ആയിരിക്കും. ഞാനെങ്ങോട്ടും പോകത്തില്ല. അവനെ പറഞ്ഞേ എനിക്ക് കൂടി പോണെന്ന് പറഞ്ഞ് വാശി പിടിച്ചാ ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് ഇങ്ങോട്ട് വിടത്തില്ലാന്ന്. അതുകൊണ്ടാ ഞാൻ. ഇവിടുന്ന് ഇങ്ങോട്ട് പോവല്ലേ പ്ലീസ്. എനിക്ക് പോയേ പറ്റൂ. ഇപ്പൊ എന്തിനാ ഈ കരച്ചിലും വീഴ്ചലും? എനിക്ക് തോന്നുന്നു കാണണ്ട. കുറച്ച് ജോലിയുണ്ട്. നീ ഒന്ന് മുറിയിലിറങ്ങി പോയേ. ഇല്ല, ഞാനിങ്ങോട്ടും പോവില്ല. എവിടെയും പോവില്ല എന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചതാണല്ലേ. കാറ്റി, നിന്നോടല്ലേ ഇറങ്ങി പോവാൻ പറഞ്ഞേ? ആയിരം കണ്ണുകളാൽ ആ മുഖം കാണുവാൻ, ആയിരം കൈകളാൽ നീയോട് ചേർക്കുവാൻ, നിന്നെ ഞാൻ കാത്തു നിൽപ്പൂ, നിന്നെ ഞാൻ കാത്തു നിൽപ്പൂ. നിന്നേക്കാൾ മുമ്പേ നിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതായി ഞാൻ. വീണ് കഴിഞ്ഞാൽ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ എപ്പോഴും അവൻ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും വീഴാതിരിക്കാൻ ചേർത്ത് പിടിച്ച എന്നെ മാത്രം നീ കണ്ടില്ല. പോയല്ലേ ഒരുപാട്. ഒരു തവണയെങ്കിലും തുറന്ന് പറഞ്ഞൂടായിരുന്നു. ചെറുപ്പം തൊട്ടേ നിന്നെ എല്ലാ കുസൃതികളും ഒരു പുഞ്ചിരിയോടെ മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളൂ. വഴക്ക് പറയുമ്പോഴും പിണങ്ങുമ്പോഴും എൻ്റെ ഇഷ്ടം എന്നേലും നീ മനസ്സിലാക്കും എന്ന് വിചാരിച്ചു. പറയാനൊരുങ്ങിയതാ പലതവണ. ഞാൻ കാരണമാണോ ഇവിടുന്ന് പോവാൻ തീരുമാനിച്ചേ? ഒരു മാറ്റം വേണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരും തോറും നിങ്ങൾക്കിടയിൽ സൗഹൃദം വളർന്നു. പലപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് എന്നെ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ച എന്തോ ഒന്ന് അവൻ തട്ടിയെടുത്തെന്ന ചിന്തയായിരുന്നു. ദേഷ്യമായിരുന്നു എല്ലാവരോടും, എല്ലാത്തിനോടും. നിങ്ങളെ ഒരുമിച്ച് കാണുമ്പോഴൊക്കെ നിന്നോടുള്ള എൻ്റെ ദേഷ്യം കൂടിക്കൊണ്ടിരുന്നു. അത് നമുക്കിടയിൽ വലിയൊരു അകൽച്ച ഉണ്ടാക്കി. അവന് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും കൺഫ്യൂസ്ഡായി. നിനക്ക് അവനെ ഇഷ്ടമാണെന്നാണ് ഞാൻ വിചാരിച്ചേ. ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെടുന്ന അവസ്ഥ എത്രത്തോളം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ആ ചിന്തയാ നിങ്ങളുടെ വിവാഹം വരെ എന്നെ കൊണ്ടെത്തിച്ചത്. നിനക്കൊരിക്കലും ഒരു നഷ്ടവും ഉണ്ടാവരുതെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. പക്ഷേ അവിടെ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. അവൻ നിനക്ക് എന്തായിരുന്നു എന്ന് നീയായിട്ട് തന്നെ എനിക്ക് കാണിച്ചു തന്നു. ഞങ്ങൾക്കിടയിലെ സൗഹൃദം ഒരിക്കലും മറ്റൊരു തലത്തിലേക്ക് മാറിയിട്ടേയില്ല. സെയിം ഏജ്, സെയിം ക്ലാസ് റൂം, സെയിം ഫ്രണ്ട്സ്. ഞങ്ങൾക്കിടയിലെല്ലാം കോമൺ ആയിരുന്നു. അവൻ എനിക്ക് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ പറയാനൊരു ഉത്തരവുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്, ബ്രദർ. എന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല, ദേഷ്യപ്പെടാറില്ല, ശബ്ദം ഉയർത്തുന്ന സംസാരിക്കാറ് പോലുമില്ല. പക്ഷേ താൻ എനിക്ക് ആരാണെന്ന് ചോദിച്ചാൽ പറയാനൊരു ഉത്തരവില്ലായിരുന്നു. എപ്പോഴും എൻ്റെ പുറകെ നടന്ന് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ പോകരുത്, ഇവിടെ പോകരുത്, ഒരു 100 റെസ്ട്രിക്ഷൻസ്. എനിക്കതൊന്നും ഇഷ്ടമില്ലായിരുന്നു. അതൊക്കെ ഇഷ്ടക്കൂടുതൽ കാരണം ഉണ്ടാകുന്ന ജെലസ്, പൊസസീവ്നെസ്, പറഞ്ഞ സംഗതികളാണെന്ന് മനസ്സിലാക്കാൻ അന്നത്തെ ആ 15 വയസ്സുകാരിക്ക് കഴിയാതെ പോയി.
പെട്ടെന്ന് ഇവിടുന്ന് പോവാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്തോ നഷ്ടപ്പെട്ട പോലെയായിരുന്നു. എന്ത് പറയണമെന്ന് പോലും അറിയാതെ നിൽക്കേണ്ടി വന്നു. കയ്യെത്തും ദൂരത്തുണ്ടായിരുന്നപ്പോൾ ഒന്നറിയാൻ ഞാൻ ശ്രമിച്ചില്ല. പുറകെ നടന്ന് വഴക്ക് പറയുന്നതും പിണക്കം മാറ്റാൻ വേണ്ടി സോറി സോറി എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നതും ഒരുപാട് മിസ് ചെയ്തു. തിരിച്ചു വന്നു എന്ന് കേൾക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവാറുണ്ട്. ഒന്ന് കാണാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി പല കാരണം ഉണ്ടാക്കി ഞാൻ വരും. പക്ഷേ താൻ എന്നെ മാറ്റി നിർത്തി. എൻ്റെ മുഖത്ത് പോലും നോക്കാറില്ല, മിണ്ടാറില്ല. ആ അവഗണന എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. പതിയെ അത് ദേഷ്യമായിട്ട് മാറി. ആ ദേഷ്യം പിന്നീട് ഈഗോ ആയി തുടങ്ങി. ഞാനും മറന്നു എന്ന് വിചാരിച്ചതാ. വിവാഹവേഷത്തിൽ എല്ലാവരും പകച്ചു നിൽക്കുന്നത് കണ്ടപ്പോഴും ഞാൻ ഉള്ളിൽ ചിരിച്ചു. ഇച്ചേച്ചൻ ചേട്ടായും എന്നെ സ്വീകരിക്കണമെന്ന് തന്നോട് പറഞ്ഞപ്പോൾ ഒരുപാട് ഓർമ്മകളാണ് ഒറ്റയടിക്കുള്ളിൽ വന്ന് നിറഞ്ഞേ. ഞാൻ പോലും അറിയാതെ താൻ അതിനെ സമ്മതിക്കണമെന്ന് ആഗ്രഹിച്ചു പോയി. ആളും ബഹളവും എല്ലാം അവസാനിച്ചപ്പോഴാണ് തന്നെക്കുറിച്ച് ആലോചിച്ചേ. ഇഷ്ടമില്ലാതെ എങ്ങനെയാണ് എന്നെ സ്വീകരിക്കുക? അതുകൊണ്ടായിരുന്നു അകന്നു മാറിയേ. പക്ഷേ എനിക്കറിയില്ലായിരുന്നു എനിക്ക് മുൻപ് എന്നെ സ്വന്തമാക്കിയിരുന്നു എന്ന് അറിയാൻ വഴിക്ക് എനിക്ക് വേണ്ടി കരയാൻ ഈ കണ്ണിൽ ഇനിയും കണ്ണുനീര് ബാക്കിയായിരുന്നു. മതി, നിന്റെ കണ്ണ് നിറയുന്നത് അന്നും ഇന്നും എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണ്. ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു അല്ലേ? നിന്നെ കെട്ടിയ അന്ന് തന്നെ എല്ലാ അർത്ഥത്തിലും നിന്നെ സ്വന്തമാക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. ഒരിക്കൽ പോലും ഞാൻ അതിന് ശ്രമിച്ചിട്ടില്ല. എനിക്കുള്ളിലെ മാറ്റങ്ങളും അതിൻ്റെ കാരണങ്ങളും നിന്നോട് എനിക്കുള്ള ഫീലിങ്സും എല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കൊരു ലൈഫ് ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ ആ രാത്രിയിൽ എല്ലാം അവസാനിച്ചു. ഐ നോ ഇറ്റ് വാസ് റിയലി ബാഡ് നൈറ്റ്. അറിഞ്ഞുകൊണ്ടായിരുന്നില്ല. ഒരുപാട് നാൾ ഉള്ളിൽ കൊണ്ടു നടന്ന ഇഷ്ടം എല്ലാം ഒറ്റയടിക്ക് പുറത്തു വന്ന് കാണും. നിന്നെ അത് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? അതിനേക്കാളുപരി എല്ലാം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാതെ മറ്റുള്ള എൻ്റെ പെരുമാറ്റവും. അതിനുശേഷം അതുപോലെ രാത്രി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പേടിയായിരുന്നു. എൻ്റെ ചില സമയത്തുള്ള പെരുമാറ്റം എനിക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാറില്ല. നിന്നെ അത് വീണ്ടും വേദനിപ്പിച്ചാലോ നോക്കാൻ ഞാൻ ഒന്ന് നിർത്തിയേ. കുറെ നേരമായി. അതെന്ത് സംഭവിച്ചെന്നാ? വേണ്ടെന്ന് പറഞ്ഞ് മാറുന്നത് തന്നെ ചേർത്ത് പിടിച്ചത് ഞാനായിരുന്നു. അതും എൻ്റെ സ്വാർത്ഥതയാവാം, അറിയില്ല. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. എനിക്കും വേണമായിരുന്നു. ബട്ട് ഡു യു തിങ്ക് യു സോ വൈൽഡ്? ഒരു കോപ്പല്ലായിരുന്നു. തനിക്ക് ഒരു ചുക്കും അറിഞ്ഞൂടാ. ഇപ്പൊ പറ, അന്ന് ശരിക്കും ഞാൻ എങ്ങനെയായിരുന്നു? You just like a tiger, a strong one. ഇപ്പോ വേട്ടയാടാനുള്ള സമയമോ? Just do it. I'm waiting. നമ്മുടെ മുറിയിലേക്ക് പോയാലോ? No, this is my world. ഈ 4 ചുവരുകൾക്ക് എന്നെ അറിയാം. തന്നെക്കുറിച്ചും ഒരുപാട് ഓർമ്മകൾ ഇവിടെ കാണും. പക്ഷേ അപ്പോഴൊക്കെ ഞാനും താനും വേറെ ആരായിരുന്നു. ഇനി അതെനിക്ക് ആവശ്യമില്ല. I need a new beginning. Really, I know one.